കുട്ടികളെ നമുക്കൊരു കറി ഉണ്ടാക്കാച്ചിട്ടാ തക്കാളിയും പച്ചമുളകും കൊണ്ട് ഒരു എളുപ്പക്കൂട്ടാനാണ്. പെട്ടെന്ന് പോയി കറിയൊന്നും വെക്കാമെങ്കിൽ 2 തക്കാളി ഉണ്ടെങ്കിൽ ഒരു കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങും കേട്ടോ. ഇത് തക്കാളി ഒരു 4 തക്കാളി ഉണ്ടായിക്കോട്ടെ. 4 തക്കാളിയും 2 പച്ചമുളകും, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങയും പൊടി അരച്ചിട്ട് അങ്ങനെ ഒരു കറി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി മുറിച്ചിട്ട് കുക്കറിലിടാം കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചു. തക്കാളി ഇങ്ങനെ മുറിച്ചിടുക, ചെറുതാക്കിയിട്ട് മുറിച്ചിടുക. ഇല്ല, തക്കാളി പൊട്ടുന്നു. തക്കാളി ഇങ്ങനെ ചെറുതാക്കിയിട്ട് മുറിച്ചിടുക. എന്നാൽ പെട്ടെന്നൊരു കൂട്ടാനാവും ചെയ്യും. ഇനിയിപ്പോൾ അപ്പോൾ ഗ്യാസൊന്നും കത്തിച്ചില്ല കേട്ടോ. ഇതായിട്ട് മതി, മുറിക്കുള്ളതൊക്കെ കഴിഞ്ഞിട്ട് മതി കത്തിക്കാച്ചിട്ടാണ്. 2 പച്ചമുളക്, 4 തക്കാളിക്ക് 2 പച്ചമുളക് ഇടാം. അപ്പോൾ ഉപ്പിടാം. തക്കാളിയും പച്ചമുളകും ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മഞ്ഞൾപ്പൊടി, ഈ മുളക് പൊടി. പച്ചമുളക് കീറിയിടോണ്ടേ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. എരിവിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ ലേശം വെള്ളം ഒഴിക്കുക. ഇനിയിത് കത്തിക്കുക. ഇന്നത്തെ കറി തക്കാളിക്കറിയാണ്. തക്കാളിക്കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. തേങ്ങ അരച്ചിട്ട് തേങ്ങയും ജീരകവും കൂടിയിട്ട് അരക്കണം. പിന്നെ ലേശം പുളി ഒഴിക്കണം. ഇത് വെന്ത് കഴിഞ്ഞാൽ തക്കാളിയും പച്ചമുളകും വെന്ത് കഴിഞ്ഞാൽ ലേശം പുളി ഒഴിക്കുക. ലേശം മതി പുളി. പിന്നെ തേങ്ങയും ജീരകവും കൂടിയിട്ട് അരച്ച് വാരുക. പിന്നെ ഒന്ന് വറുത്തിടും ചെയ്യുക. കടുകും മുളക് വേപ്പിൻ്റെ ഇലയൊക്കെ കൂടിയിട്ട് വറുത്തിടും ചെയ്യുക. അപ്പം ഇന്നത്തെ കറി അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മോരും കറി വെച്ചിട്ടായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എന്താണെന്നൊന്നും അറിഞ്ഞില്ല. അപ്പോൾ അതുപോലെ ഇനി ഒരു സാമ്പാർ വെക്കണമെന്നുണ്ട്. ഇനി അത് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇടുമ്പോൾ ഇനി കാണിച്ചു തരണ്ട കേട്ടോ. സാമ്പാർ ഞങ്ങൾ വെക്കണ സാമ്പാർ കണ്ടേ. എല്ലാവരും സാമ്പാർ വെക്കുമ്പോൾ പല തരത്തിലുള്ള സാമ്പാറാവും. അപ്പം ഞങ്ങൾ വെക്കണത് അത് കാണിച്ചു തരണ്ട്. മോരും കറി ഞങ്ങൾ അങ്ങനെയാണ് വെക്കുക. അപ്പോൾ അത് കാണിച്ചു തന്നു. തക്കാളി 4-5 തക്കാളി എടുക്കാം കേട്ടോ. അവനക്ക് ഇഷ്ടപ്രകാരം തക്കാളി എടുത്തിട്ട് നോക്കാം കേട്ടോ. ചിലർക്ക് ഈ പറഞ്ഞ മാതിരി തക്കാളി കൂടുതലിട്ടാൽ നന്നാവില്ല. ഇഷ്ടം ഇതേ ചെറിയൊരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെച്ചാൽ മതി. വീട്ടിലടിക്കൊന്നും വേണ്ട. അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് ഞാൻ വെച്ചിട്ടില്ല. ഇതിൽ വെച്ചാൽ തന്നെ വേവും. വേഗം വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇളക്കാം. നല്ലോണം വെന്തുന്നു. പച്ചമുളകും തക്കാളിയും വെന്തുന്നു. അപ്പോൾ തേങ്ങയും ജീരകവും കൂടി നമുക്ക് അരച്ചെടുക്കാം. ഇത് തേങ്ങയും ജീരകവും അരയ്ക്കുമ്പോൾ വേണ്ടവർക്ക് ചെറിയ ഉള്ളി കൂട്ടാട്ടോ. ഞങ്ങൾ ഉള്ളി കൂട്ടില്ല. ആവശ്യമുള്ളവർക്ക് കൂട്ടാം ചെറിയ ഉള്ളി. ഞങ്ങൾ ജീരകം മാത്രമേ, ചെറുജീരകം മാത്രമേ കൂട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അരവ് കഴിഞ്ഞു. എന്താ നല്ല അരച്ചിടണം. ജീരകം, ചെറുജീരകം, തേങ്ങ. ഇനി ലേശം പുളി ഒഴിക്കട്ടെ കേട്ടോ. എന്താ ലേശം പുളിയെ കൂട്ടാം കേട്ടോ. അതിൽ ഒരു പുളിയുടെ ഒരു ഇതുണ്ടാവുള്ളൂ. വെറും തക്കാളി ഇട്ടിട്ടുള്ളൂ, പച്ചമുളക് വേവിക്കും. ഇതൊന്ന് തിളക്കട്ടെ. ദിവസം ഇപ്പം എന്താ ഈ കഷ്ണമായിട്ട് വെക്കുന്നത്? അപ്പം അങ്ങനെയൊക്കെ ഓരോന്ന് വെക്കാം. തക്കാളി ഉണ്ടെങ്കിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ വെക്കാം. പിന്നെ തക്കാളി ഉള്ളി മുളക് അരച്ചിട്ട് വെക്കാം. അങ്ങനെയൊക്കെ വെക്കാം. വെളിച്ചെണ്ണ പറഞ്ഞിട്ട് പച്ചമുളകും കീറിച്ചിട്ട്. അതൊക്കെ പിന്നെ കുറച്ചേ പറ്റുള്ളൂ. തോനൊന്നും വെക്കാൻ പറ്റില്ല. കുറുങ്ങനെ നമ്മൾ തേങ്ങ പറയണം. തേങ്ങയും ജീരകവും അരച്ചത്.
ഇത് തിളച്ചിട്ടോ. നമുക്ക് 2 വേപ്പിൻ്റെ ഇല, വേപ്പിൻ്റെ ഇല കഴുകിയതാണ്. 2 വേപ്പിൻ്റെ ഇലയും താത്തി. തക്കാളിപ്പുളിയേ നിങ്ങളൊന്ന് വെച്ച് നോക്കുകൊണ്ടോ, പറ്റുമോ പറ്റില്ലെന്നൊന്നും അറിയാലോ. ചിലവരൊന്നും വെച്ച് നോക്കിയിട്ടുണ്ടാവില്ല, ചിലവർ വെച്ച് നോക്കിയാൽ അറിയില്ല കേട്ടോ. എണ്ണ ഒഴിച്ചു, മുളക് പൊട്ടിച്ചിട്ടു, ലേശം കടുകും ഇട്ടു. കടുകും മുളകും വേപ്പിൻ്റെയും കൂടി ഇട്ടൊന്ന് വറുത്തത്. ഇതുപോലൊരു കറി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല സ്വാദം ഉണ്ടാവും. കണ്ടോ, എളുപ്പക്കൂട്ടാനാണ്. ഇനി പെട്ടെന്നാവും ചെയ്യും. തക്കാളിയും പച്ചമുളകും ഉണ്ടെങ്കിൽ ലേശം തേങ്ങയും ചെറുജീരകവും. ചിലർ ചെറിയ ഉള്ളി കൂട്ടിട്ടോ, ഞാൻ കൂട്ടില്ല. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് വെച്ച് നോക്കുകൊണ്ടു. അപ്പം ശരി.